ഇന്നലെ അർദ്ധരാത്രി കുറച്ച പേപ്പട്ടി ഞാനാ. ആ ശബ്ദം കേട്ടപ്പോ ഞാൻ ഊഹിച്ചു. കഴകഴപ്പാതി ലേഹ്യം ഇവിടെ ചോപ്പട്ടിയിൽ ഫാർമസിയിൽ കിട്ടും. കൃമികടിക്കും ഉറക്കക്കുറവിനും വളരെ ഉത്തമം. നിനക്കൊരെണ്ണം വാങ്ങിച്ചു തരട്ടാ. വലിയ പരിചയമില്ലാത്ത ആൾക്കാരെ എടാ നീ എന്നൊക്കെ അഭിസംബോധന ചെയ്യുന്നത് സംസ്കാരത്തിന് യോജിച്ചതാണോ? വലിയ പരിചയമില്ലാത്ത പെൺകുട്ടികളെ അർദ്ധരാത്രിക്ക് വിളിച്ചു ഒലിപ്പിക്കുന്നത് ഏത് സംസ്കാരത്തിന്റെ ഭാഗമാണ്? വലിയ പരിചയമില്ലെന്ന് ആര് പറഞ്ഞു? സത്യമാണ് ജീവൻ. ഉറക്കമില്ലാത്ത ഇന്നലത്തെ രാത്രിയിൽ ഞാൻ എന്നോട് തന്നെ പലതവണ ചോദിച്ചു, എങ്ങനെ, എപ്പോ? ഉത്തരമില്ല. ഞങ്ങൾ തമ്മിൽ എടുക്കേണ്ടത് ചിലപ്പോൾ ഒരു നിയോഗമായിരിക്കും, അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് ശാരീരികവും മാനസികമായ ഒരു ആകർഷണം ഞങ്ങൾ തമ്മിൽ ഈ പ്രണയത്തിന് വേണ്ടി മറ്റാരും സഞ്ചരിക്കാത്ത വഴികളോടെ സഞ്ചരിച്ചിരിക്കും, ഒരു ഭ്രാന്തനെ പോലെ. മിസ്റ്റർ ജീവൻ, ഇതിനെയാണോ മുജ്ജന്മ ബന്ധം എന്ന് പറയുന്നത്? പറയൂ, എനിക്കൊരു ഉത്തരം വേണം. ഈ രോഗത്തിന്റെ പേര് മുജ്ജന്മ ബന്ധം എന്നല്ലടാ. കോംപ്ലക്സ് തീർക്കാനാണെങ്കിൽ അത് ഫ്ലാറ്റിനകത്ത്. നിങ്ങൾക്കില്ലെങ്കിൽ ഇവിടെ എനിക്കൊരു അന്തസ്സുണ്ട്. സത്യം. അലക്സ് എന്റെ ഫ്രണ്ടാ. സമൂഹത്തിൽ നിലയും വിലയുള്ള ഒരാളാ. മാന്യന്മാർ താമസിക്കുന്ന ഫ്ലാറ്റാ ഇത്. മാന്യൻ യവൻ. അല്ലെങ്കിലും പൈസയും സൗന്ദര്യം ഉള്ളവരെ കാണുമ്പോ പണ്ടേ നിങ്ങൾക്ക് ചുരുക്കാം. സൗന്ദര്യോ? ഇയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ദാരിദ്ര്യം ഒരു പാപമല്ല. പോവർട്ടി ഈസ് നോട്ട് എ ക്രൈം. എന്റെ കീ ജീവനക്കാരിൽ ഈ കോംപ്ലക്സ് ഞാൻ എത്രയോ കണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയാന്ന് വെച്ചാ that shows your greatness. Thank you. അലക്സിനെ ആദ്യമായിട്ട് കണ്ടപ്പോ തന്നെ നീ എന്താടാ ഇവിടെ? അലക്സ് മാളേക്കാരനെ അറിയോ? അലക്സ് മാളേക്കാരനാ? ഇത് ലക്ഷം പേര് ശുഭു. നീ എന്താ ജയിലിൽ നിന്ന് ഇറങ്ങിയ? ജയിലോ? ഞാൻ ജയിലില് കോഫി ഷോപ്പ് തുടങ്ങാൻ. ഇവനെ നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? വാണിയംകുളം പെൺവാണിഭ കേസിലെ 3-ാം പ്രതി, പിന്നെ കല്യാണ തട്ടിപ്പ്, വണ്ടിച്ചെക്ക്, എന്തോരം കേസുകളാ. ജയിലിൽ ഭയങ്കര ഫേമസാ. ഒരു കണ്ണടയും കുപ്പായോ സ്പ്രിങ് മുടിയും ചിരട്ട താടി, എന്തൊരു കോലോടാ ഇത്. ഷിബു